വെൽക്കം ടു ദ മലൂൺ ക്രിപ്റ്റോവേഴ്സ്. ദി മലൂൺ ക്രിപ്റ്റോവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത അനാലിസിസ് പോലെ തന്നെ ഒരു മാക്രോ അനാലിസിസിൽ തുടങ്ങി മന്ത്ലി, വീക്ക്ലി, ഡെയിലി, 4 അവർ, 1 അവർ എന്നുള്ള രീതിയിലുള്ള അനാലിസിസ് ആയിരിക്കും. അപ്പം പൊതുവെ വലിയ വ്യത്യാസമൊന്നുമില്ല. ലാസ്റ്റ് വീക്ക് നമ്മൾ ചെയ്ത അനാലിസിസിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം പൊതുവെ ഒരു ചോപ്പി മാർക്കറ്റ് ആയിരുന്നു. 60K ലെവൽ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ബ്രേക്ക് ചെയ്തു, അതുപോലെ തന്നെ ലൂസ് ചെയ്യുകയും ചെയ്തു. അതായത് ഒരു അൺസർട്ടനിറ്റി നമ്മൾ കാണുന്നുണ്ട്. എങ്ങോട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു 100% ആയിട്ട് നമുക്കൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അതാണ് ഒരു ചോപ്പി മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പല ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ആണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഈ വീക്കെൻഡിൽ നമ്മുടെ CME ഒന്നും ഇല്ലാത്ത കാരണം റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്. അപ്പം കുറച്ച് ചോപ്പി ആയിരിക്കും, വോളിയം കുറവാണ്, നല്ല ചോപ്പി ആയിരിക്കും. അതിൻ്റേതായിട്ടുള്ള ഒരു ചോപ്പിനെസ് ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഈ ആഴ്ച എന്ത് പ്രതീക്ഷിക്കാം, എങ്ങോട്ടായിരിക്കും നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും. പൊതുവേ നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, വലിയൊരു പ്രശ്നമൊന്നും ഇല്ലാണ്ട്. S&P ആണെങ്കിലും മറ്റ് ഏഷ്യൻ കൺട്രീസും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ള സ്റ്റോക്ക് മാർക്കറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് റിക്കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു ജാപ്പനീസ് yen ക്യാരി ട്രേഡ് മൂലമുണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് അത്യാവശ്യം നന്നായി റിക്കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ ബിറ്റ് കോയിൻ ആണെങ്കിലോ സൈഡ് വേസ് ആയിട്ട് ചോപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഒന്നെങ്കിൽ നമുക്ക് ബിറ്റ് കോയിൻ കുറച്ച് ഇതേപോലെ സൈഡ് വേസ് ആയിട്ട് ചോപ്പ് ചെയ്ത് എന്തെങ്കിലും ഒരു ഡിസൈസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അത് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് വരാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ്. കാര്യം നമ്മൾ കുറച്ചധികമായി നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ കടന്നു മുകളിലോട്ടും താഴോട്ടും പോകുന്നെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അനാലിസിസ് ആയിട്ടുള്ളത് മന്ത്ലി ടൈം ഫ്രെയിം ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ട്രെൻഡ് ലൈൻ കാണാം നിങ്ങൾക്ക്. ഒന്ന്, ബിനാൻസിന്റെ ചാർട്ടിൽ നമ്മുടെ ഓൾ ടൈം ലോ ആയിട്ട് കാണിക്കുന്ന ഒരു 3000 തൊട്ട് നവംബർ 2022 നമ്മൾ ഒരു ഓൾ ടൈം ലോ അല്ല, ഒരു ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ലോയും കണക്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ട്രെൻഡാണ്. അതൊരു അപ് ട്രെൻഡ് തന്നെയാണ്. ഞാനിപ്പോഴും ഈ ബ്ലൂ ലൈൻ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നതെല്ലാം അപ് ട്രെൻഡാണ്. അപ്പം ഇതൊരു മാക്രോ അപ് ട്രെൻഡാണ്, അതിപ്പോഴും ഇൻടാക്റ്റ് ആണ്, അതിന് വരെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ മാർക്കറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 26K വരെയൊക്കെ വന്നാലും കുഴപ്പമില്ല. അപ്പോഴും നമ്മൾ ആ ഒരു ട്രെൻഡ് ലൈൻ ഇൻടാക്റ്റ് തന്നെ ആയിരിക്കും. ആ ഒരു മാക്രോ ട്രെൻഡ് ഉറപ്പായിട്ടും മുകളിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇത്രയും താഴെ വന്നു കഴിഞ്ഞാൽ പോലും ഇനിയിപ്പം ഒരു 15,000 വരെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പറയാം, ഓക്കെ, ഈ ഒരു 22K എന്നൊക്കെ താഴോട്ട് വരികയാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈൻ ഇൻവാലിഡേറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാം. പക്ഷെ അതുവരെയും മാർക്കറ്റ് അപ് ട്രെൻഡ് തന്നെയാണ് ഒരു മാക്രോ പിക്ചറിൽ. ഇനി അതുപോലെ തന്നെ മറ്റൊരു ട്രെൻഡ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ നവംബർ 2022 നമ്മൾ ഉണ്ടാക്കിയ ലോയും അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഹയർ ലോയും കണക്ട് ചെയ്യുമ്പോൾ ട്രെൻഡ് ലൈൻ ആണ്. അതും ഇപ്പോൾ ഇൻടാക്റ്റ് ആണ്. നമ്മുടെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 40K ആ ഒരു റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈൻ ഇൻവാലിഡേറ്റ് ചെയ്യും. അപ്പോൾ കറൻ്റ്ലി നമുക്കൊരു വലിയൊരു മാക്രോ, അതായത് മൾട്ടി ഇയർ ട്രെൻഡ് ലൈൻ എന്നാണെങ്കിൽ നമുക്ക് പറയാം. 2020 തൊട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2024 വരെ ആ ഒരു ട്രെൻഡ് ലൈൻ ഹോൾഡ് ചെയ്യുകയാണ്. അതാണ് ഈ മാക്രോ ട്രെൻഡ് ലൈൻ. ഇനി അല്ലാണ്ട് ഞാനിപ്പം റീസെൻ്റ് ആയിട്ടുള്ള ലോസ് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ട്രെൻഡ് ലൈന് അതും ഇൻടാക്റ്റ് ആണ്, അതും അപ് ട്രെൻഡിൽ തന്നെയാണ്. ഇപ്പം മാർക്കറ്റിന് എന്തായിരിക്കും അടുത്ത പോസിബിൾ ആയിട്ടുള്ള വഴികളെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഈ ഒരു ട്രെൻഡ് ലൈൻ വേണമെങ്കിൽ നമുക്ക് റീടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു ഹയർ ഹൈ ഒക്കെ ഫോം ചെയ്ത് വീണ്ടും ഈ ലെവൽസിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ ഇറ്റ്സ് പോസിബിൾ. അതൊരു സെനാരിയോ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാര്യം മാർക്കറ്റ് ഇപ്പം പൊതുവെ ചോപ്പിയാണ്, താഴോട്ടാണ്. നമ്മൾ ഓരോ ക്യാൻഡിൽസും മേക്ക് ചെയ്യുന്ന ഹൈസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, ലോവർ ഹൈ ലോവർ ഹൈ ലോവർ ഹൈ ആണ്. അപ്പം അതിൻ്റെ അർത്ഥം ഡൗൺ ട്രെൻഡ് ആണ്. ഒരു ഷോർട്ട് ടേം നമ്മൾ ചാർട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഡൗൺ ട്രെൻഡിലാണ് ലോവർ ടൈം ഫ്രെയിംസ് എല്ലാം. പക്ഷേ ഈ ബിഗർ ടൈം ഫ്രെയിം മന്ത്ലിയൊക്കെ എടുത്ത് നോക്കുമ്പം അത് വളരെ ബുള്ളിഷാണ്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ
നമുക്ക് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബുള്ളിഷ് സെനാരിയോ തന്നെയാണ്, വലിയൊരു പ്രശ്നമല്ല. കുറച്ചും കൂടെ ചോപ്പി ആയിരിക്കും, ഒരു നവംബർ വരെയൊക്കെ ചോപ്പി ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു ലെവൽസ് ഒക്കെ. കാര്യം ഇങ്ങനെ ഒരു ഹ്യൂജ് ക്യാൻഡിലൊക്കെ മേക്ക് ചെയ്യുമ്പം ആ ഒരു ക്യാൻഡിലിന്റെ ഇതൊരു ഗ്യാപ്പാണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ റിക്കവർ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് ഞാനിവിടെ ഒരു റേഞ്ചും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ നവംബർ 2022 ലോയും നമ്മൾ ഈ വർഷം 2024 നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഓൾ ടൈം ഹൈയും വെച്ചിട്ടൊരു കണക്ട് ചെയ്ത് ഒരു റേഞ്ച് മേക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ മിഡ് ലൈൻ വരുന്നത് 44,823 ഒക്കെയാണ് വരുന്നത്, ഒരു 45K ആ റേഞ്ചിലാണ്. അപ്പം മാർക്കറ്റ് ഇപ്പം ഈ കറന്റ് ഇപ്പൊ ഈ ഒരു ബോക്സ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഓൾ ടൈം ഹൈ ലെവൽസ് ആണ്. ആ ഒരു ലെവൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ആ ഒരു ലെവലിനെ സപ്പോർട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ അത് ലൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഇത് മന്ത്ലി ക്യാൻഡിൽ ആയത് കാരണം നമ്മൾ ആഴ്ചകൾ കൊണ്ടുള്ള മൂവ്മെന്റ്സ് ഇതിനെ ബാധിക്കും. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ തന്നെ മുകളിലോട്ടും താഴോട്ടും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ്ലി നമ്മൾ ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രീവിയസ് ഓൾ ടൈം ഹൈ റെസിസ്റ്റൻസിനെ നമ്മൾ സപ്പോർട്ടാക്കി മാറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ലൂസ് ചെയ്യുകയാണെങ്കിലുള്ള കണ്ടീഷൻ നമ്മൾ ഉറപ്പായിട്ടും ഇതിനെ ഒന്നുകൊണ്ട് റീടെസ്റ്റ് ചെയ്യും, താഴോട്ട് വരും. ഈ ഒരു ട്രെൻഡ് ലൈനും ഈ ഒരു നമ്മുടെ റേഞ്ചിന്റെ മിഡും തമ്മിലൊന്ന് കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പം നമുക്കൊരു കോൺഫ്ലുവൻസ് അല്ലേ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും മാർക്കറ്റ് ഇവിടം വരെ വരികയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പം അവിടെ നിന്നൊരു ഹയർ ലോ ഒക്കെ ഫോം ചെയ്ത് ഒരു അപ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകാനായിരിക്കും സാധ്യത. ഇത് ജസ്റ്റ് റഫായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ലൈക്ക് ഇത് വളരെ പെട്ടെന്ന് വേണമെങ്കിലും സംഭവിക്കാന്നുള്ളതാണ്. ഒരിക്കലും 1-2 ക്യാൻഡിൽ താഴെ വരെ വന്നിട്ട് ഇതേപോലെ, കാര്യം മന്ത്ലി ആണല്ലോ, അപ്പൊ നമുക്ക് ഒരുപാട് ക്യാൻഡിൽ പ്ലേ ഇവിടെ ഉണ്ടാവത്തില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 26 വരെയൊക്കെ പോകും. അപ്പം ജസ്റ്റ് റഫായിട്ട് ഡ്രോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇങ്ങനത്തെ മൂവ്മെന്റ്സ് ആയിരിക്കും ഇവിടെ നിന്നുണ്ടാവുന്നതെന്നുള്ളത്. അപ്പൊ അതാണ് മന്ത്ലി. പിന്നെ സഡൻ ബുള്ളിഷ് സെനാരിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നിലവിൽ ഈ ഒരു ഇത് ഹോൾഡ് ചെയ്യുന്നു, നമ്മൾ ആ ഒരു ലെവൽസിനെ ബ്രേക്ക് ചെയ്ത് സപ്പോർട്ടാക്കി മുകളിലോട്ട് പോകുന്നു. ഇതായിരിക്കും ഇപ്പൊ കമ്മിങ് മന്ത്സ് എല്ലാം ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിലുകളാണ് ഫോം ചെയ്യുന്നത്. നവംബർ ഇലക്ഷനൊക്കെ കൂടി അത്യാവശ്യം നല്ലൊരു മാർക്കറ്റിലോട്ടാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഒരു സെനാരിയോ വളരെ പോസിബിൾ ആയിട്ടുള്ളതാണ്. പക്ഷെ കറന്റ്ലി മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു താഴോട്ട് വന്ന് ഈ ഒരു ട്രെൻഡ് ലൈനും മിഡ് സപ്പോർട്ടും ഈ ഒരു ക്യാൻഡിലിന്റെ, അതായത് ഈ ഒരു ക്യാൻഡിലിന്റെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടെ മാർക്കറ്റിന് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും തിരിച്ചു വരുമ്പോൾ ഈ ഒരു ഗ്യാപ്പുകളെല്ലാം അത്യാവശ്യം എന്താ പറയാ അട്രാക്ട് ചെയ്യും പ്രൈസിനെ. അപ്പം അതിലോട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇപ്പോഴേ അതൊക്കെ കവർ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പൊ അതായിരുന്നു മന്ത്ലി അനാലിസിസ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീക്ക്ലിയിലോട്ട് പോവാം. വീക്ക്ലിയിൽ ഞാനൊരു പാറ്റേൺ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു മാക്രോ പാറ്റേൺ ആണ്. വീക്ക്ലി ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ പോലും അതും ഒരു മാക്രോ ടൈം ഫ്രെയിം ആണ്. ഒരു കപ്പ് ആൻഡ് ഹാൻഡിലാണ്. അതായത് നമ്മുടെ പ്രീവിയസ് ഓൾ ടൈം ഹൈയും ഇപ്പം നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്ന ഓൾ ടൈം ഹൈയും തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് പാറ്റേൺ ആയിട്ടുള്ള കപ്പും ഒരു ഹാൻഡിലും ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു കൺവെൻഷണൽ രീതിയിൽ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഇവിടം തൊട്ട് ഓൾമോസ്റ്റ് ഇവിടം വരെ ഉള്ള ഒരു ഹൈറ്റ് ആണ് ഇതിന്റെ മെഷേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ കപ്പ് ആൻഡ് ഹാൻഡിലിന്റെ ടാർഗറ്റ് ഈസ് 100K. വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു കപ്പ് ഇനിയും കമ്മിങ് മന്ത്സ് നമുക്ക് താഴോട്ട് തന്നെയുള്ള ഒരു ചോപ്പിനെസ് നമുക്ക് അനുഭവിക്കാം. ഓൾമോസ്റ്റ് ഒരു 47K ഒക്കെ 48K ഒക്കെ ഒന്നും കൂടെയൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇതുപോലെ ഇവിടെ കുറച്ച് ചോപ്പിയൊക്കെ ആയിട്ട് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇതാണ്
വീക്ക്ലി സെനാരിയോയിൽ ഞാൻ കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അല്ലാണ്ട് പൊതുവെ സിമിലർ ആണ്. നമുക്കിപ്പം ഷോർട്ട് പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡെയിലിയിലോട്ടൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും കറന്റ് ഇൻ എ ഡൗൺ ട്രെൻഡ്. ആ ഡൗൺ ട്രെൻഡ് ആണ് ഈ ഒരു കപ്പിന്റെ ഹാൻഡിൽ ഫോം ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് കംപ്ലീറ്റ് ആവാനായിട്ട് കുറച്ച് ദിവസങ്ങളും കൂടെ, കുറച്ച് ദിവസം അല്ല കുറച്ച് ആഴ്ചകളും കൂടെ എടുക്കാം. അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി വളരെ ബുള്ളിഷ് ആണ്, അതുപോലെ വീക്ക്ലിയും വളരെ ബുള്ളിഷ് ആണ്. ഷോർട്ട് ടേം ബെയറിഷ്നെസ് ഒക്കെ നമുക്ക് സഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ദി കമ്മിങ് മന്ത്സ്, അതായത് കമ്മിങ് മന്ത്സും കമ്മിങ് ലൈക്ക് ഇയർ ഒക്കെ എന്ന് പറയുന്നത് വളരെ രീതിയിൽ നമുക്ക് പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ആയിരിക്കും. ഇനി വലുതായിട്ടൊന്നും ഇത് പറയാനില്ല. ഇനി ഇതിനെ ഇൻവാലിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ക്യാൻഡിൽ, വീക്ക്ലി ക്യാൻഡിൽ വരുന്ന നമ്മൾ 30K വരെയൊക്കെ പോവുകയാണെങ്കിൽ ആ ഒരു കപ്പ് ആൻഡ് ഹാൻഡിലിനെ ഇൻവാലിഡേറ്റ് ചെയ്യും. അതിപ്പം വലിയൊരു, അതും ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല. നമുക്കിപ്പോൾ ഇങ്ങ് താഴെ വരെ വരികയാണെങ്കിലും നമ്മൾ താഴോട്ടൊക്കെ വന്നിട്ട് ഒരു ഒരു മാക്രോ ഒരു ഡബ്ല്യു, അതായത് ഒരു മാക്രോ ഡബ്ല്യു നമ്മൾ ഫോം ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഇനി നമുക്ക് ലൈക്ക് മാർക്കറ്റ് ഇപ്പോൾ റിസഷനൊക്കെ വരികയാണ്, മൊത്തത്തിൽ മാർക്കറ്റൊക്കെ ഇടിഞ്ഞ് കുറച്ച് നാളത്തേക്ക് സൈഡ് വേസ് ആണ്, സൈഡ് വേസും താഴോട്ടും ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 20K ഒക്കെ റീവിസിറ്റ് ചെയ്യാം, ഇങ്ങനെ ഡബ്ല്യു ഫോം ചെയ്യാം. അത് ബുള്ളിഷ് തന്നെയാണ്. നമുക്ക് ലോങ് ടേം വ്യൂ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് തന്നെയാണ്. ജസ്റ്റ് ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതന്നേ ഉള്ളൂ. ഇപ്പം അങ്ങനെ സംഭവിച്ചാലും ഈ ഒരു ബുള്ളിഷ് പാറ്റേൺ ആയ കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിലും അതൊരു മാക്രോ പിക്ചറിൽ വലിയൊരു ബുള്ളിഷ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. നമുക്കപ്പോൾ അടുത്തതായിട്ട് ഡെയിലി ടൈം ഫ്രെയിം നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ ഞാനൊരു പാറ്റേൺ കണ്ടുവച്ചിട്ടുണ്ട്. അതും ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ്. നമ്മളിപ്പോൾ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ കണ്ടിട്ടില്ലേ? കപ്പ് ആൻഡ് ഹാൻഡിലിന്റെ ഹാൻഡിൽ ഫോം ചെയ്യുന്നത് വെച്ച് തന്നെ നമുക്ക് ഒരു ഡെയിലിയിൽ ഒരു ടൈം, അതായത് ഒരു റീസെന്റ് ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു ബുൾ ഫ്ലാഗ് ആണ്, ഒരു ബുൾ ഫ്ലാഗിന്റെ മേക്കിംഗ് ആണ്. അതായത് ഇപ്പം കുറച്ച് ഡൗൺ ട്രെൻഡ് ആണ്, പക്ഷെ അതൊരു ഫ്ലാഗ്, കറക്റ്റ് ഒരു ഫ്ലാഗ് മേക്ക് ചെയ്യുകയാണ്. അപ്പൊ ഇതാണ് ആക്ച്വലി ഫ്ലാഗിന്റെ പോൾ എന്ന് പറയുന്നത്. ഇതല്ല, കുറച്ചും കൂടെ താഴോട്ട് നമുക്ക് എടുക്കാം, പക്ഷെ കൺസർവേറ്റീവ് ആയിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ഓക്കെ ഓവർലി ബുള്ളിഷ് ആവേണ്ട ഒരു കൺസർവേറ്റീവ് ആയിട്ടൊരു ടാർഗറ്റ് മതി എന്നുണ്ടെങ്കിൽ ഇത് എടുക്കാം. എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 90K. ഓക്കെ, ഇനി അതല്ല, നമ്മൾ ആദ്യം നോക്കിയതാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്. അത് എടുക്കാം തൽക്കാലം. $100K നമ്മൾ നേരത്തെ ആ കപ്പ് ആൻഡ് ഹാൻഡിലിന്റെ ടാർഗറ്റ് കണ്ടതുപോലെ തന്നെ ഒരു 100K ആണ് ഇതിന്റെ ടാർഗറ്റ്. അപ്പം എല്ലാ ടൈം ഫ്രെയിം എന്ത് കഥയാണ് പറയുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് മന്ത്ലിയും അപ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്, വീക്ക്ലിയും ഒരു ബുള്ളിഷ് ടാർഗറ്റ് ആണ്, ഇപ്പം ഡെയിലിയും ഒരു ബുള്ളിഷ് ടാർഗറ്റ് ആണ്. അപ്പൊ 100K ഒരു കൺഫ്ലുവൻസ് പോലെ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ നമുക്കൊരു 100K ടാർഗറ്റുകൾ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചുകൊണ്ട് ചാടിക്കയറി എല്ലാവരും മറ്റേ 10Xും 50Xും ലെവറേജ് ഒന്നും എടുത്ത് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ കൂടെ ഇത് ചോപ്പി മാർക്കറ്റ് ആവാം, ചോപ്പിനെസ് സഹിക്കാൻ പറ്റണം. അപ്പം സ്പോട്ടായിട്ട് വാങ്ങുകയാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, എന്നാലും പറയുന്നതാണ്. എൻ്റെ കയ്യിൽ അത്രയും പൈസ വെറുതെ ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ഒരു സമയത്ത് ബിറ്റ് കോയിൻ വാങ്ങുക തന്നെ ചെയ്യുന്നെന്ന് പറയുന്നത്. കാര്യം അത്രയ്ക്കും നമുക്ക് ഒരു എന്താ പറയുക, കൺഫ്ലുവൻസ് കാണിക്കുന്നുണ്ട്. 100K എന്ന് പറയുന്നത് അച്ചീവബിൾ ടാർഗറ്റ് ആണെന്നുള്ളത് നമുക്കിപ്പം മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇനി എന്തായിരിക്കും ഡെയിലിയിൽ ബെയറിഷ്നെസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ബുൾ ഫ്ലാഗിനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ക്യാൻഡിൽസ് വരികയും 40K എന്ന് പറയുന്ന ഈ ഒരു 42K നമ്മൾ ലൂസ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബുൾ ഫ്ലാഗിനെ ഇൻവാലിഡേറ്റ് ചെയ്യും. ഞാൻ വീക്കിലിയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് 20K വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മൂവ്മെന്റ് ഒക്കെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടാലറിയാം, നമുക്ക് ഈ ഒരു 43 to 40K ലെവൽ, ആ ഒരു 39K ലെവൽ, ആ ഒരു സപ്പോർട്ട് നമ്മൾ ലൂസ് ചെയ്യുകയാണെങ്കിൽ അടുത്തതായിട്ട് നല്ലൊരു സപ്പോർട്ട് വരുന്നത് ഇവിടെയാണ്.
30K ലെവലാണ്, 30 to 31K ലെവലാണ് അടുത്തതായി നല്ലൊരു സപ്പോർട്ട് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ബെയറിഷ് ആണ് പുതിയ മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെവൽസ് ഒക്കെ പ്രതീക്ഷിക്കാം. പക്ഷെ കറന്റ് ഇതൊരു ബുൾ ഫ്ലാഗ് ആണ് കാണിക്കുന്നതും ആ ഒരു മാർക്കറ്റ് മൂവ്മെന്റ് കാണുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഈ ഒരു ബുൾ ഫ്ലാഗ് എപ്പോൾ വേണമെങ്കിലും മുകളിലോട്ട് ബ്രേക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഒരു ബയസ് തോന്നുന്നത് ഇപ്പോൾ. പക്ഷേ ഈ ഒരു സെനാരിയോയും നമ്മൾ എഴുതി തള്ളേണ്ട ആവശ്യമില്ല. കാര്യം ഇങ്ങനെ സംഭവിക്കാം. നമ്മൾ മനസ്സിലേക്ക് ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, നമ്മൾ ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പം ബുൾ സെനാരിയോ പറഞ്ഞു, ബുൾ ഫ്ലാഗ് വേറെ സെനാരിയോ ആണെന്നുണ്ടെങ്കിൽ ഈ ബുൾ ഫ്ലാഗിനെ ഇൻവാലിഡേറ്റ് ചെയ്ത് ഈ ലെവൽസ് 40K ലെവൽസ് ലൂസ് ചെയ്യുക എങ്കിൽ ഒരു 30K ലെവൽ വരെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായിരുന്നു ഡെയിലി ടൈം ഫ്രെയിം. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് 4 അവർ നോക്കാം. ഓക്കെ, 4 അവറിൽ ഞാൻ കഴിഞ്ഞ അനാലിസിസിൽ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ബംപ് ആൻഡ് റൺ പാറ്റേൺ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഞാൻ കാണുന്നുണ്ട്. അതൊരു ബുള്ളിഷ് പാറ്റേൺ ആണ്. പല വെറൈറ്റീസ് ഉണ്ട്. നമ്മളൊരു ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ അതൊരു ഒരു അപ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു റിവേഴ്സൽ പാറ്റേൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ ഡൗൺ ട്രെൻഡിലായത് കാരണം ഇവിടെ ഒരു റിവേഴ്സലാണ്. അതായത് അപ്പോൾ ആ റിവേഴ്സൽ എന്ന് പറയുന്നത് അപ് ട്രെൻഡിലോട്ടുള്ള ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു മൂവ്മെന്റ് ഈ റെസിസ്റ്റൻസ് നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, വന്ന് ഹിറ്റ് ചെയ്യുന്നു, ബംപ് ചെയ്ത് താഴോട്ട് വന്ന് കുറച്ചും കൂടെ ഇത് മൂവ് ചെയ്ത് മുകളിലോട്ട് പോകാം എന്നുള്ളതാണ് ഈ ഒരു പാറ്റേണിന്റെ ഒരു ഇത്. ഞാനപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതാണ് ബംപ് ആൻഡ് റൺ പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മളിവിടെ ബംപ് ചെയ്തു, താഴോട്ട് വന്ന് റിജക്ട് ചെയ്തു, വീണ്ടും വന്ന് ആ ഒരു ബെയറിഷ് ട്രെൻഡ് തന്നെ നമ്മൾ റൺ ചെയ്ത് മുകളിലോട്ട് പോയി അതിനെ നമ്മൾ സപ്പോർട്ടാക്കി മാറ്റി ആ ഒരു ട്രെൻഡ് നമ്മൾ റിവേഴ്സ് ചെയ്യും. അപ്പോൾ അതാണ് ബംപ് ആൻഡ് റൺ പാറ്റേൺ. അത് റിവേഴ്സൽ പാറ്റേൺ ആണ്. 4 അവറിൽ അങ്ങനെ ഒരു പാറ്റേൺ കാണുന്നുണ്ട്. അപ്പം അതിന്റെ അർത്ഥം കുറച്ച് ചോപ്പിനെസ് താഴോട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ അതാണ് 4 അവർ പാറ്റേൺ. അപ്പം ഇനിയിപ്പോൾ ഇതിന്റെ ബെയറിഷ്നെസ് പറയുകയാണെങ്കിലും സെയിം തന്നെയാണ്. നമ്മൾ ഈ ഒരു ലോ, അതായത് ഒരു 48K നമ്മൾ ലൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിനെ നമ്മൾ ഇൻവാലിഡേറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ആയിരിക്കും വരുന്നു, ഈ ലെവൽസ് എല്ലാം ലൂസ് ചെയ്യുന്നു, പോകുന്നു. അപ്പം ബുള്ളിഷ് സെനാരിയോ എന്ന് പറയുന്നത് ബംപ് ആൻഡ് റൺ പാറ്റേൺ ആണ് കാണുന്നത് 4 അവറിൽ. ഇനി ബെയറിഷ് സെനാരിയോ എന്ന് പറയുന്നത് ആ ഒരു പാറ്റേൺ ഇൻവാലിഡേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പ്രീവിയസ് ലോ ആയ 48 to 50K ലെവൽസ് ഒക്കെ ലൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. അടുത്തതായി നമുക്ക് 1 അവർ ടൈം ഫ്രെയിം. ഞാൻ കുറച്ച് ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റീസെന്റ് ഡൗൺ ട്രെൻഡിന് ശേഷം നമ്മൾ ഒരു സോർട്ട് ഓഫ് വി ഷേപ്പ് റിക്കവറി ആയിരുന്നു ഇവിടെ. അത് പക്ഷേ സ്റ്റോളിങ് ചെയ്യാണ് ഇവിടെ വന്നിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോയിൽ നിന്ന് നമ്മൾ അടുത്തൊരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. നമ്മളൊരു ഹയർ ഹൈ ശ്രമിച്ചു, പക്ഷെ റിജക്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. വീണ്ടും നമ്മൾ അവിടെ വന്നു, അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അവിടെ നിന്ന് നമ്മൾ റിജക്റ്റ് ചെയ്യപ്പെട്ടു. നമ്മൾ താഴോട്ട് വന്നു, ഈ ഒരു ലെവലിൽ നിന്ന് നമ്മൾ സപ്പോർട്ട് എടുത്തു. ഓക്കെ, വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്തു ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിനെ, അത് വീണ്ടും റിജക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഒരു റിജക്ഷൻ വാസ് ഹ്യൂജ്. നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ താഴോട്ട് വന്നു, ഈ ഒരു സപ്പോർട്ടിനെ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തു, ബൗൺസ് ചെയ്തു. പക്ഷെ അടുത്ത ഒരു റീടെസ്റ്റിനായിട്ടുള്ള ആ ഒരു മൂവ്മെന്റിന് അത്രയും ഒരു സ്ട്രെങ്ത് ഇല്ലായിരുന്നു. അത് കാരണം താഴോട്ട് വന്നു. ആ താഴോട്ട് വന്നപ്പോഴത്തേക്കും ഈ ഒരു സപ്പോർട്ട് അത് ലൂസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ റീടെസ്റ്റ് ചെയ്ത് റിജക്ട് ചെയ്ത് താഴോട്ട് വരുന്നതിന് പകരം ഇത് മുകളിലോട്ട് പോയി, വീണ്ടും ആ ഒരു റേഞ്ചിനകത്തോട്ട് ഇത് വന്നു. അപ്പൊ ഇപ്പം ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രീവിയസ് ആ ലോവർ ഹൈ ഉണ്ടാക്കിയില്ല, അതുപോലും അതിന് ബ്രേക്ക് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല ഈ ഒരു ഇതിന്, മാർക്കറ്റിന്. അത് കാരണം ഇതിപ്പോ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം
ഇവിടെ നിന്ന് നമ്മൾ ബൗൺസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കൽ കൂടെ റീടെസ്റ്റ് ചെയ്യാം. ഇനി ഇത് ലൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു 54K 55 to 54K ലെവലായിരിക്കും. ഇനി അത് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ചോപ്പ് ചെയ്ത് വീണ്ടും ഈ ഒരു 60K 57 to 60K ലെവലിന് അവർ റീടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അഥവാ ഈ ലെവൽ ഹോൾഡ് ചെയ്യാണ്ട് അത് ലൂസ് ചെയ്യുകയാണെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് ബെയറിഷ് ആക്കുക. ആ ഒരു മൂവ്മെന്റ് ഒരു ബെയറിഷ് റീടെസ്റ്റ് നടത്തിയതിന് ശേഷം അത് അടുത്ത മൂവ്മെന്റ് താഴോട്ടായിരിക്കും. ഇനിയുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു 48 to 50K ലെവലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് 1 hour ടൈം ഫ്രെയിമിൽ കാണുന്നത്. അപ്പം 1 hour നമുക്ക് ബുള്ളിഷ് സെനാരിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 60K ലെവൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇതിനെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബുള്ളിഷ് ആണ്. ബേഴ്സ് സെനാരിയോ ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം കറന്റ്ലി നമ്മളൊരു സ്മോൾ റേഞ്ചിനകത്താണ്. ആ റേഞ്ചിന്റെ ലോ ആയിട്ടുള്ള 57K നമ്മൾ ലൂസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് ലെവലായ 54Kയിലോട്ടും അത് ലൂസ് ചെയ്യുകയാണെങ്കിൽ 48Kയിലോട്ടും പോകാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു 1 hour ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് സെനാരിയും ബെയറിഷ് സെനാരിയും. അപ്പൊ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടൈം ഫ്രെയിമും കവർ ചെയ്തിരിക്കുകയാണ്. മന്ത്ലി നോക്കി, നമ്മൾ വീക്ക്ലി നോക്കി, ഡെയിലി നോക്കി, 4 hour നോക്കി, 1 hour നോക്കി. അപ്പം മന്ത്ലിയും വീക്ക്ലിയും ഡെയിലിയും നമ്മളോട് പറയുന്നത് ബുള്ളിഷ് സെനാരിയോ ആണെന്നാണ്. അതായത് മാക്രോ പിക്ചർ എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ്. എന്നാൽ 4 hourഉം അതുപോലെ തന്നെ നമുക്ക് 4 hourലും ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ്. ബംപ് ആൻഡ് റിവേഴ്സൽ പാറ്റേൺ ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ്. എന്നാലും ലൈക്ക് അത് ഒരു 100% ഹിറ്റ് റേറ്റ് ഉള്ള ഒരു പാറ്റേൺ ഒന്നും അല്ല. എപ്പോൾ വേണമെങ്കിലും അത് ഇൻവാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ 1 hourഉം 4 hourഉം നമ്മളോട് കുറച്ച് കോഷ്യസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ഡെയിലി, വീക്ക്ലി, മന്ത്ലി എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ലൈക്ക് കമ്മിങ് മന്ത്സ് നല്ലതായിരിക്കും എന്നുള്ള രീതിയിലുള്ള സൂചനയാണ് തരുന്നതെന്ന് പറയുന്നത്. അപ്പം ബിറ്റ്കോയിൻ മാർക്കറ്റിന്റെ ഒരു ഓവറോൾ ഐഡിയ ഇപ്പം നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി വീണ്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ ഇനിയും അനാലിസിസുകൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ബിറ്റ്കോയിന്റെ അനാലിസിസ് ആണ് ഇപ്പോൾ 2 വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്തീരിയം അതുപോലെ തന്നെ ബാക്കിയുള്ള ഓൾ കോയിൻസ് എല്ലാം നമ്മൾ അനാലിസിസ് ചെയ്തിടുന്നതായിരിക്കും വീഡിയോസ്. ഫോർ നൗ ബിറ്റ്കോയിൻ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം, ബാക്കിയുള്ള മാർക്കറ്റുകളെല്ലാം കുറച്ച് ചോപ്പിയാണ്. അത്രയ്ക്കും നമുക്കൊരു എന്താ പറയുക നല്ലൊരു മൂവ്മെന്റ്സ് തരുന്നില്ല പല കോയിൻസും. ദർ ആർ സം എക്സെപ്ഷൻസ്, ചില കോയിനുകളെല്ലാം. പക്ഷെ നമുക്ക് ലൈക്ക് എന്താ പറയാ ഒരു നല്ല വോളിയം സ്റ്റെബിലിറ്റിയും ഉള്ള ഒരു മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതായിരിക്കും തുടക്കക്കാരെ സംബന്ധിച്ചോളം കുറച്ച് നല്ലതെന്ന് പറയുന്നത്. കാര്യം ഈ നല്ല പമ്പ് ആൻഡ് ഡംപ് ആയിട്ടുള്ള ടോക്കൺസ് ഒക്കെ ട്രേഡ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലോസ് സംഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് വി വിൽ സ്റ്റിക്ക് ഓൺ ടു ബിറ്റ്കോയിൻ, ഇത്തീരിയം ആൻഡ് സം ലാർജ് ക്യാപ് ഓൾ കോയിൻസ് ആദ്യമായിട്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, സോ ഐ ഹോപ്പ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മളത് അടുത്ത വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ മലൂൺ ക്രിപ്റ്റോവേഴ്സ്.